ഉച്ചയൂണിന് ശേഷം ഉച്ചമയക്കം എനിക്ക് പതിവില്ലാത്തതാണ്. എന്നാൽ ഇന്ന് തണുപ്പും മഴയൊക്കെ കാരണം ഞാനൊരു അരമണിക്കൂർ കിടന്ന് ഉറങ്ങി കേട്ടാ. എന്നിട്ട് ദേ ചാടിപ്പിടിച്ച് എഴുന്നേറ്റ് നേരെ അടുക്കളയിലോട്ട് പോകുന്നേ. അപ്പോൾ രാവിലെ ചായ വെച്ചതിൻ്റെ പാലൊരു ഇച്ചിരിക്കോളം ബാക്കി ഇരിപ്പുണ്ടായിരുന്നു. അപ്പം എനിക്കൊരു ഗ്ലാസ് ചായ ഇട്ട് കുടിക്കാനുള്ളത് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പം ഞാൻ കരുതി ഒരു ഗ്ലാസ് ചായ ഇട്ട് കുടിച്ചിട്ടും പണി തുടങ്ങാമെന്ന്. അങ്ങനെ ഞാൻ ചായയൊക്കെ കുടിച്ചിട്ട് നേരെ അട ഉണ്ടാക്കാൻ വേണ്ടി തുടങ്ങി കേട്ടോ. അപ്പോൾ ഗോതമ്പിൻ്റെ അടയാണ് നമ്മൾ ഉണ്ടാക്കണത്. നല്ല ശർക്കരയും തേങ്ങയൊക്കെ വിളയിച്ചത്. ഇപ്പോൾ നമ്മൾ ചപ്പാത്തിക്ക് മാവ് കുഴക്കൂലേ, അതേപോലെ കുഴച്ചെടുക്കണം. എന്നിട്ട് അത് ഉരുളകളാക്കി ചെറുതായിട്ടൊന്ന് പരത്തിയിട്ട് നമ്മുടെ ശർക്കരയും തേങ്ങയും വിളയിച്ചത് നടുക്ക് വെച്ച് കൊടുത്തിട്ട് നമുക്ക് ഇഷ്ടമുള്ള രീതിയിലാക്കി എടുക്കട്ടെ. അപ്പോൾ ഞാൻ എൻ്റെ പേർക്ക് കുറച്ച് ഡിസൈൻ വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്കിട്ട് അത് ആവിയിൽ വെച്ചിട്ട് വേവിച്ചെടുക്കാം. അപ്പോഴത്തേക്കും നമ്മുടെ ആമിക്കുട്ടി വരാൻ നേരമായിട്ടുണ്ട്. അപ്പോൾ അപ്പനുള്ളത് കൊണ്ടിട്ട് അപ്പം പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് പോകേണ്ടി വന്നില്ല. അപ്പോൾ നമ്മുടെ ആമിയാണെങ്കിൽ എന്തോ വലിയ ഭാരപ്പെട്ട പണിയും കഴിഞ്ഞ് വന്നതുപോലെയാണ് കേട്ടോ സ്കൂളിൽ നിന്ന് വന്നത്. ആള് വണ്ടിയിൽ നിന്ന് ഇറങ്ങണതും തലേന്ന് ഹെയർ ബാൻഡ് വലിച്ചെടുക്കും, ബെൽറ്റ് ഊരിയെടുക്കും, എല്ലാം കൊണ്ടത്തെ കയ്യിൽ പിടിച്ചിട്ടാണ് വീട്ടിലോട്ട് വന്ന് കയറണത്. വന്ന പാടെ തന്നെ അടുക്കളയിൽ വന്ന് സെർച്ചിങ് നടത്തി കേട്ടോ. അമ്മ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാൻ അട ഉണ്ടാക്കിക്കണത് കണ്ടപ്പോഴത്തേക്ക് ആൾക്ക് സമാധാനമായി. അങ്ങനെ വീണ്ടും ഇറയത്തോട്ട് വന്നിട്ട് ദേ ലഞ്ച് പ്ലേറ്റും ലഞ്ച് ടവലും വാട്ടർ ബോട്ടിലും പിന്നെ പാല് കുടിക്കാൻ കൊണ്ടുപോയ ഗ്ലാസ്സും ഒക്കെ പുറത്തേക്ക് എടുത്തേക്കണം. അപ്പോൾ ഞാൻ എപ്പോഴും പറയാറുണ്ട് കേട്ടോ, സ്കൂൾ വിട്ട് വരുമ്പോഴത്തേക്കും ഇതെല്ലാം നേരെ എടുത്ത് പുറത്തേക്ക് വെച്ചേക്കണം. അപ്പോൾ വാട്ടർ ബോട്ടിലിൽ പണിക്കുറ്റം കഴിച്ചേട്ടാ. അത് അവിടെ ഇവിടെയൊക്കെ ചളുക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴത്തേക്ക് ആല് വന്ന് ആ കൊച്ചു ഭയങ്കര ഭാരപ്പെട്ട വെയിറ്റും കൊണ്ടാണ് നടക്കണമെന്ന് പറഞ്ഞ അപ്പൻ വാതിക്കെ വന്നപ്പോൾ തന്നെ ആലുവിൻ്റെ ബാഗ് വാങ്ങിയെടുത്തു കേട്ടോ. അപ്പോഴേക്കതേ ഞാൻ ആമീനെ മേലെല്ലാം കഴുകിച്ചതേ കഴിക്കാനൊക്കെ കൊടുത്തിട്ട് അപ്പോൾ ആളും ഈ വർഷം തുടങ്ങി ട്യൂഷന് പോകാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ ഈ 1ാം ക്ലാസ്സിൽ പഠിക്കണ കൊച്ചിന് എന്തിനാ ട്യൂഷനെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ചിലപ്പോഴൊക്കെ ഇങ്ങനെ വീഡിയോ എഡിറ്റിങ്ങിനും കാര്യങ്ങളൊക്കെ ആയിട്ട് നടക്കുമ്പോഴത്തേക്കും സമയം കിട്ടൂല. അപ്പോൾ ഞാൻ കാരണം കൊച്ചിൻ്റെ പഠിപ്പ് മുടങ്ങണ്ടല്ലോ എന്നോർത്ത് അതിനെ കൊണ്ട് ട്യൂഷനാക്കിയതാണ് കേട്ടോ. ആലു പിന്നെ സൈക്കിളിൽ ചവിട്ടി പോയിക്കോളും കേട്ടോ. അപ്പോൾ ആമീനെ ഞാനോ ചേട്ടനോ ആരെങ്കിലും ആക്കി കൊടുക്കണം. അപ്പോൾ ആൾക്ക് ആദ്യം പോകാൻ വേണ്ടി ചെറിയൊരു മടി ഉണ്ടായിരുന്നുണ്ട്. അപ്പോൾ ആ കരഞ്ഞതിൻ്റെ മുഖമാണ് അങ്ങനെ ഇരിക്കണത്. അങ്ങനെ അവിടെ വരെ ചെന്ന് എനിക്കും ചേട്ടനും ഉമ്മയൊക്കെ തന്ന് കുറച്ച് അങ്ങോട്ട് നടന്നപ്പോഴത്തേക്ക് അവിടെ വെള്ളം കണ്ടപ്പോഴത്തേക്ക് അമ്മ അങ്ങോട്ട് എടുത്തുകൊണ്ട് ആക്കി തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ട്യൂഷൻ ക്ലാസ്സിൽ കൊണ്ട് ഇരുത്തിയിട്ട് അപ്പോൾ 6 മണിക്ക് വന്നെന്നും പറഞ്ഞ് വിട്ടേക്കണേ. അങ്ങനെ ഞാനും ചേട്ടനും കൂടെ നേരെ വീട്ടിൽ വന്ന് ചായയും അടയും ഒക്കെ കഴിച്ചു കേട്ടോ. അപ്പോൾ നമുക്കൊന്ന് പുറത്ത് പോകാനുണ്ട്. മുറ്റത്താണെങ്കിൽ ആ വഴി നീളെ വെള്ളമാണ് കേട്ടോ. ഈ വെള്ളത്തിൽ കൂടെ നീന്തി വേണം നമ്മുടെ വണ്ടി എടുക്കാൻ വേണ്ടി പോകാനായിട്ട്. വണ്ടി അപ്പുറത്തേക്ക് നീക്കി വെച്ചേക്കാൻ ഇവിടെ വെള്ളം കാരണമേ. അപ്പം ഞാൻ റെഡിയായി, ചേട്ടനാണെങ്കിൽ ആ റെഡിയായി, പക്ഷെ ഇറങ്ങിയിട്ടില്ല. ഭയങ്കര ഫോൺ വിളിയാണ് കേട്ടോ. എനിക്കാണെങ്കിൽ റെഡിയായി നിന്നിട്ട് കാത്തു നിൽക്കണത് എന്തോ ഒരു കലിയുള്ള കാര്യമാണെന്ന് അറിയാവോ. അങ്ങനെ പിന്നെ ഫോൺ വിളിയെല്ലാം കഴിഞ്ഞതേ വെള്ളത്തിൽ നീന്തിക്കൊണ്ടാണ് പോണത്. ഷാളും ചെരുപ്പും ചുരിദാറും എല്ലാം കൂടെ കുട്ടി പിടിച്ചിട്ടുണ്ട് കേട്ടോ. എൻ്റെ ചെരുപ്പ് പൊട്ടി